അസ്സാം വലൈക്കും വറഹമത്തുള്ള. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കാണാനിടയായി. തൃശ്ശൂരിൽ വെച്ച് നടന്ന ഒരു നാസ്തിക സമ്മേളനത്തിൽ അവിടെ ഒരു മതം വിട്ട ഒരു വ്യക്തി അവിടെ പരിപാടിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുമായി പിന്നെ കിടക്ക പങ്കിടാൻ ഒരു റൂം എടുത്തു, വിളിച്ചു എന്നൊക്കെ രൂപത്തിലുള്ള ഒരു തുറന്നു പറച്ചിലിൻ്റെ ഒരു പോസ്റ്റ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് നമ്മൾ കണ്ടത് അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുകയും ഇതുപോലുള്ള അനുഭവങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ലല്ലോ, അതിന് തിരിച്ചു മറുപടിയായിട്ട് അതുപോലുള്ള അനുഭവങ്ങൾ ഇപ്പുറത്തുണ്ടായിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ എന്ന രൂപത്തിലുള്ള ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നമ്മൾ കാണാനിടയായി. അപ്പോൾ അതിൽ ഒന്നാമതായി ഒരു മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റാൻഡ് ആദ്യം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് കരുതുന്നത്. ഒന്നാമതായി, മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഞങ്ങൾക്ക് ആരോപണ വിധേയരായവരെക്കുറിച്ചോ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടവരെക്കുറിച്ചോ അവരുടെ പേരുകൾ പറയുന്നതിന് ചില പരിമിതികളുണ്ട്. അത് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. കാരണം ഇവിടെ ആരോപണം എന്ന് പറയുന്ന ആർക്കും നടത്താവുന്ന ഒരു കാര്യമാണ്. അതിന് തെളിവ് സഹിതം അത് തെളിയിക്കപ്പെടാത്തിടത്തോളം കാലം ആ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ പേരുകൾ പറയുന്നതിൽ ചില മതപരമായി തന്നെയുള്ള ചില വിലക്കുകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ കാരണം വളരെ കൃത്യമാണ്. ഒരു മനുഷ്യൻ്റെ അഭിമാനം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദായിൽ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ റസൂലുള്ളാഹി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ, ഈ സ്ഥലത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിമാനം, ഓരോരുത്തരുടെയും ആ ഒരു അഭിമാനം എന്ന് പറയുന്നത് അത് അത്രമേൽ പവിത്രമാണ് എന്ന് സൂചിപ്പിച്ച ഒരു കാര്യം നമ്മൾക്ക് അറിയാം. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ അഭിമാനം അത്രമേൽ പവിത്രമാണ്. അതിന് കൃത്യമായ തെളിവുകൾ വഴി തെളിയിക്കപ്പെടാത്തോളം കാലം ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന ഒരു ആരോപണം പറയുന്നതിൽ ചില പരിമിതികളുണ്ട്. അതിപ്പം ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും ഇപ്പം സിനിമാ മേഖലയിലൊക്കെ ഉള്ള ഒരുപാട് ചർച്ചകൾ നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് അത്തരം വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു ആരോപണം ഉണ്ടായാൽ ഒരുപക്ഷെ ഒരാൾ ജീവിതകാലം കൊണ്ട് മുഴുവൻ കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു സൽപ്പേരായിരിക്കാം ഒരുപക്ഷെ അവിടെ തകർന്നു വീഴുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും ആ ഒരു രൂപത്തിൽ വ്യക്തികളുടെ പേര് പരാമർശിക്കാതെ തന്നെ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു? നാസ്തിക സ്പേസിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് മാത്രമല്ല, നിരന്തരമായി നമുക്കിങ്ങനെ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നിരന്തരം ഇങ്ങനെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇന്ന രൂപത്തിൽ പീഡനം ഉണ്ടായി, ഇന്ന രൂപത്തിൽ ഉപദ്രവിച്ചു. ഇത് എന്തുകൊണ്ടാണ് ഈ നാസ്തിക സ്പേസുകളിൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളത് അത് ആദ്യമല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബസ്ലി പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ഇതിൽ ശരിക്കും പറയുമ്പോൾ ഒരു സങ്കടത്തിൻ്റെ കഥ കൂടി നമ്മൾ പറയേണ്ടി വരും. നമ്മുടെ പെൺകുട്ടികൾ അവരുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ, അവർക്ക് കിട്ടിയ ബോധ്യം, ഇതിൻ്റെ മുകളിൽ അവർ എടുത്തെറിയപ്പെടുന്നത്, അവർ ഉപേക്ഷിക്കപ്പെടുന്നത് അവരുടെ സുരക്ഷിതമായ കൈകളിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, ഇതുപോലുള്ള മേഖലയിലേക്ക് കയറി ചെല്ലുന്നത്. ഇങ്ങനെ കയറി ചെല്ലുന്ന പെൺകുട്ടികളിൽ അവർക്ക് ആദ്യം അവർ സ്വതന്ത്രത്തിൻ്റെ ലോകത്തെത്തി, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ജീവിതം കിട്ടിയെന്നൊക്കെ ആ പാവങ്ങൾ വിലക്കുകളില്ലാത്ത ജീവിതത്തിലേക്ക് എത്തി നല്ല ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ള രീതിയിലുള്ള അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിച്ചിട്ടാണ് അവർ പോകുന്നത്. പക്ഷെ അവരവിടെ അറിയാതെ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സുരക്ഷിതമായ അവരുടെ കൈകളുണ്ടായിരുന്നു, അവരെ സംരക്ഷിച്ചിരുന്ന കൈകൾ, അവർ ഏറ്റെടുത്തിരുന്ന കരങ്ങൾ, ഇതെല്ലാം തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, മുറിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് അവരെന്ത് ചെയ്യുക, പുറത്തേക്ക് പോവുക. ഈ പുറത്തേക്ക് പോകുന്ന ആളുകളിൽ എൻ്റെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഈ മറുഭാഗം അതിന് കൃത്യമായി തന്നെ സെറ്റപ്പുകൾ ഒരുക്കും, അവർക്ക് ഒരുങ്ങാനുള്ള ഷട്ടർ ഒരുക്കും, അവരെ പോയി സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ, വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള രീതിയിൽ പോകും. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള വേഷത്തിലൊക്കെ അണിഞ്ഞിട്ട് പോയിട്ട് കഥകളൊക്കെ ഉണ്ട്. എന്നിട്ട് അവരത് കൺഫേം ചെയ്തൊരു രീതിയിലാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുക. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരതിൽ കുറച്ചൊരു പരസ്യങ്ങളും ഇങ്ങനെയുള്ള സാധനത്തിലേക്ക് എത്തപ്പെടും, ഉപേക്ഷിച്ച് വന്നു എന്നൊക്കെ രീതിയിൽ ആഘോഷിക്കപ്പെടും. പിന്നീട് ഈ കുട്ടികളുടെ ജീവിതമാണ് ഭയങ്കര പരിതാപകരമായിട്ടുള്ളത്. കാരണം ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഉമ്മയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഭാര്യ. എനിക്ക് 4 പെൺകുട്ടികളാണ്. അപ്പോൾ ഈ പെൺകുട്ടികളെന്ന് പറയുന്ന ഇവരുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ഇവരെ ചവിട്ടി മതിക്കപ്പെടുന്നത് അത് എവിടെയാണെങ്കിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് വ്യക്തമായി തന്നെ വിയോജിപ്പുണ്ട്. കാരണം ഉമ്മൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു മതത്തിൻ്റെ അനുയായിയാണല്ലോ ഞാൻ.
അപ്പോൾ ഇവർ ഈ ഒരു ആഗ്രഹത്തിൻ്റെ മുകളിലേക്ക് എടുത്തെറിയപ്പെടുകയും അതിനുശേഷം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് ഇപ്പം റിപ്പോർട്ട് ചെയ്ത പോലെയല്ല. ഈ കാലത്തിലെ യുക്തിവാദം എന്നത് പരസ്യമാകുക അല്ലെങ്കിൽ അതൊരു സമൂഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ്. സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ മുന്നോട്ട് നിന്നത് ഒരു ഗ്രൂപ്പുണ്ട്, ഞാൻ പേര് പരാമർശിക്കുന്നില്ല. ആ ഗ്രൂപ്പ്, അതായത് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് കയറുമ്പോൾ 4000, 5000, 3000, 4000 ഏറ്റാണ് അതിൻ്റെ അംഗസംഖ്യ. അതിലേക്ക് ഞാൻ കയറുന്ന സമയത്ത് അതേമാതിരി തന്നെ ഒരു മനുഷ്യൻ, ഞാനും അയാളും തർക്കിച്ചിട്ട് കച്ചറുണ്ടാക്കുന്ന ദിവസം കച്ചറുണ്ടാക്കിയ ഒരാളാണ്. പക്ഷെ അയാൾ അവരുടെ ഒരു ഹീറോ ആണ്. പിന്നീട് അറിയുന്നു ഇവൻ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പറ്റിച്ചിട്ടുണ്ട്. പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ ശുക്രേ. ഒന്ന്, അവരിൽ നിന്ന് വളകൾ, സ്വർണങ്ങൾ, അങ്ങനെയുള്ള പല സാധനങ്ങളും, പൈസ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. 2, അവരുടെ മാനവും വാങ്ങിയിട്ടുണ്ട്. ഇത് പുറത്തു കൊണ്ടുവരുന്നത് യുക്തിവാദികളായ പെൺകുട്ടികൾ തന്നെയാണ്. നമ്മൾ അതിനുശേഷം പിന്നെ ഇതേപോലെ തന്നെ കഥകൾ, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്തുണ്ട്, ഇങ്ങനെ കുടുംബങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു സ്വപ്നങ്ങൾ കണ്ടുവന്ന ഈ പെൺകുട്ടികളെ കൃത്യമായി തന്നെ അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ടൂളായി കിട്ടുന്നു കരുതുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇവരെ സംബന്ധിച്ച് നിലവിൽ അതിനുള്ള സാധ്യതകൾ, ഇനി എന്തെങ്കിലും സംഭവിച്ചു, ഇവരുടെ അതിക്രമം നടന്നു, ഇവർക്ക് താല്പര്യമില്ല, ഇവരെ സംബന്ധിച്ച് നിലവിൽ എന്താണ്, സമ്മതം ഉണ്ടെങ്കിൽ ആകാം. ഈ സമ്മതം ഇല്ലാത്തതാണല്ലോ പ്രശ്നങ്ങളൊക്കെ വരുന്നുള്ളൂ. സമ്മതങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. കാരണം വരെ നിരന്തരം സംസാരിക്കുമ്പോൾ ഇതൊരു സംഭവമല്ല, സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന് ആസ്വദിക്കുന്ന പോലെ ആസ്വദിക്കാണ് സെക്സ് എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. അവിടെ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നത് എന്തില്ല, പറയുന്നില്ലല്ലോ. അപ്പം അങ്ങനെ സംഭവിക്കുന്നതിൽ ഇവർക്കത് പറയാൻ പേടിയാവും. പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു കുട്ടിക്ക് എന്ത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി സൈലൻ്റാ, നമ്മളതിനിറങ്ങും. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട അങ്ങനെയുള്ളൊരു എൻ്റെ കുട്ടീൻ്റെ മുകളിലേക്ക് വെക്കുന്ന കഴിഞ്ഞൊരു ഒറ്റ കുട്ടീൻ്റെ കൈമിലേക്ക് നമ്മൾ വെപ്പിക്കില്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ആ അതിക്രമത്തെ നേരിടാൻ ഇറങ്ങും. അങ്ങനെ അതിക്രമത്തെ നേരിടേണ്ട ആളുകൾ, ആ ആളുകൾ ഇവർക്കില്ല. മറിച്ച് ഇവരെ സംരക്ഷകരായ ആളുകൾ തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ചൂഷണം ചെയ്യുന്നത്. അതോടുകൂടി ഇവർക്ക് സംഭവിക്കുന്ന ഇത് ഇനിയിപ്പം ഇവർ സംരക്ഷകരില്ലാണ്ട് ഒറ്റയ്ക്ക് പോരാടാന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ ഇവരെ സംരക്ഷിച്ച് ഇങ്ങനെ പോകരുത് മോളെ, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ എനിക്ക് പറയാം എന്നുള്ള രീതിയിൽ പോകരുതെന്ന് പറഞ്ഞിട്ടുള്ള ആ ആളുകളെ വാക്കുകൾ ധിക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവരോട് ഇവർക്ക് വേണ്ടി വാദിക്കപ്പെട്ടിട്ടുണ്ട്. അവരെക്കാൾ കൂടുതൽ ഇവരാണ് അതായത് ഈ കുടുംബബന്ധം, രക്തബന്ധമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അതിനേക്കാൾ വലിയ പ്രാധാന്യം നൽകി ഇവരിൽ നിന്ന് ഇത് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും, തകർന്നു പോകും. അവർക്കെതിരെ പറയാൻ കഴിയില്ല, അതിൻ്റെ പേരിൽ പോകാൻ കഴിയില്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് ഈ ഇടപെടലൊക്കെ ഈ ഭാഗത്ത് നടക്കുന്നത്. മാത്രമല്ല, ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇങ്ങനെ പീഡനങ്ങൾ സംഭവിക്കുന്നു. ഇപ്പം സമൂഹത്തിന്റെ പല മേഖലകളിലും പീഡനങ്ങൾ സംഭവിക്കാം. അതിൽ ഈ മതം വിട്ടിറങ്ങുന്ന പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ഒരു സുരക്ഷിതമായ കരങ്ങൾ പോകുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഇപ്പം സംഭവിക്കുന്ന ഒരു കാര്യം, ഒരു മാനിപ്പുലേഷൻ എന്നുവെച്ചാൽ, നിങ്ങൾ മതത്തിൽ നിന്നും സ്വതന്ത്രരാകുമ്പോൾ ജസ്റ്റ് ആ നിസ്കാരം നോമ്പ് ഉപേക്ഷിച്ചാൽ പോരാ, മതത്തിൻ്റെതായ കുറേ ചിന്താഗതികളും ഉപേക്ഷിക്കണം എന്ന രൂപത്തിൽ പറയുകയും, ആ മതത്തിൻ്റെതായ ചിന്താഗതികൾ എന്താണ്, ഒരു പിന്നെ ലൈംഗികത എന്ന് പറയുന്നത് അതിനൊരു മോശമാക്കി കാണുക, അല്ലെങ്കിൽ സ്വതന്ത്ര ലൈംഗികത എന്ന് പറയുന്ന ഒരു മോശമാക്കി കാണുക. അപ്പം നമുക്ക് ഭക്ഷണം വേണ്ടതുപോലെ, വെള്ളം വേണ്ടതുപോലെ തന്നെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത്. അത് ആരുമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആവാം എന്ന രൂപത്തിലൊക്കെ ആക്കുകയും, അതിനുശേഷം ഇതിനോടൊരു വിമുഖത ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പുരോഗമന വിരുദ്ധമാണ്. ഇപ്പോൾ പിന്നെ മതം വിട്ട പെണ്ണ് എന്ന രൂപത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു കുട്ടി, അവരും ഒരു അനുഭവം തുറന്നു പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ, ഇങ്ങനെയുള്ള താല്പര്യങ്ങളുമായി ഈ യുക്തിവാദ രംഗത്തുള്ള പുരോഗമന സർക്കിളിലില്ല എന്നാണ് അവർ പറയുക. അപ്പോൾ പുരോഗമന സർക്കിളിലുള്ള കുറച്ച് പുരുഷന്മാർ അവരെ സമീപിക്കുന്നു. അപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ, നീയൊക്കെ പിന്നെ എന്ത് പുരോഗമനമാണ്? അപ്പോൾ താല്പര്യമില്ലാന്ന് മാത്രമല്ല എനിക്ക് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരാൾ മാത്രമായി നിൽക്കുന്നത് പുരോഗമനപരമല്ല. അപ്പോൾ ഇത് ആ നിലക്ക്, അപ്പം പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറഞ്ഞ പുരുഷന്മാരുടെ അവരുടെ ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആ മാനിപ്പുലേഷന്റെ ഭാഗമാക്കി കൊടുക്കുക എന്നതാണ് പുരോഗമനം. അതിനോടൊന്ന് എതിർത്ത് നിന്നാൽ നീ മതത്തിന്റെ പണ്ടത്തെ ആ കെട്ടുപാടുകളൊന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല എന്ന രൂപത്തിൽ ചിന്തിപ്പിക്കുക, ആ രൂപത്തിൽ ചൂഷണം ചെയ്യുക എന്ന ഒരു അവസ്ഥ. അപ്പം ഇതിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ഇവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന കുറെ സുരക്ഷിതമായ ആ ഒരു ബോണ്ടുകളെല്ലാം തകർക്കപ്പെടുകയും ചെയ്തു. പിന്നെ ഉള്ളത് ഇവരുടെ ഈ മാനിപ്പുലേഷനാണ്.
അപ്പം അതിൽ കുടുങ്ങിയിട്ടാണ് പലപ്പോഴും ഇത് വലിയ രൂപത്തിൽ സംഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞ് ഞെട്ടലാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയുന്ന പ്രത്യേകിച്ച് വളരെ ചുരുക്കം നടന്മാരാണ് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് എന്താ സ്ഥിതി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി മാത്രമല്ല, അവരുടെയൊക്കെ ഇടയിലുള്ള ഈ സിനിമാ നടന്മാരും നടികളുടെ ഇടയിലൊക്കെ ഉള്ള വിഷയങ്ങളും അവർക്കിടയിൽ ഡിവോഴ്സ് നടക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് കണ്ടത്, എത്രയോ കാലമായി ഇവർ ജീവിക്കുന്നു, അവരുടെ ഇതുവരെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്നൊരു അത്ഭുതമായിട്ട് പറയുകയാണ്. ഒരു സിനിമാ നടനും നടിയും അവർ വിവാഹം ചെയ്തവരാണ്, അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാണ് അത്ഭുതം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിച്ചത് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ഏത് മേഖലയിൽ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഏത് മേഖലയിലും നമ്മളത് ഇതുപോലത്തെ റിപ്പോർട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ നമ്മളെ ഞെട്ടിക്കുന്ന, എത്ര നമ്മൾ പ്രതീക്ഷിച്ചാലും അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ ഞെട്ടിക്കുന്നത് ഒരു റിപ്പോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈ നാസ്തികർക്കിടയിലായിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പിന്നെ നല്ല കഴിവുണ്ടായിരുന്ന സമൂഹത്തിന് ഉപകാരപ്പെടേണ്ട ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ഈ പറഞ്ഞ കോലത്തിൽ നാസ്തികരുടെ കൂട്ടത്തിലേക്ക് പോവുകയും അവർ ഈ പറഞ്ഞ രീതിയിൽ കൺസെൻറ്റ് ചോദിച്ച് എനിക്ക് താല്പര്യമില്ല എന്ന് ശരീരത്തിൽ ഒട്ടിച്ചു വെക്കേണ്ട കോലത്തിൽ നടക്കേണ്ട സ്ഥിതിവിശേഷം വന്നപ്പോൾ അവളിപ്പോൾ അവളുടെ ലോകത്തേക്ക് ചുരുങ്ങിപ്പോയി. അങ്ങനെ അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നിസാർക്ക പറഞ്ഞ പോലെ സുരക്ഷിതമായ കരങ്ങളിൽ നിന്ന് അവർ മുക്തമായിട്ടുണ്ട്. പിന്നീട് അവർ പോകുന്നത് എന്താണ്? ഈ തരത്തിലുള്ളൊരു സമൂഹത്തിലേക്കാണ്. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോഴോ ഏകാന്തമായൊരു ജീവിതത്തിലേക്കാണ് പിന്നെ പോകുന്നത്. ഇത് ഇവിടെ എന്ത് സന്തോഷമാണ്, എന്ത് സുരക്ഷിതത്വമാണ്. ഇവിടെ നമ്മൾ സ്ത്രീകളുടെ മനഃശാസ്ത്രം പഠിച്ച ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്, അവൾക്ക് എന്ത് വേണം? അവൾക്ക് കൂട്ടു നിൽക്കാൻ കുറച്ച് ആളുകൾ വേണം. അത് പുരുഷന്മാർക്കുണ്ട്, പുരുഷനുണ്ട്. പിന്നെ പുരുഷൻ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ സമൂഹത്തിൽ ഇടപെട്ട് അവന് അധ്വാനവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അവന് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് സ്ത്രീയുടെ അത്രയ്ക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ തന്നെ തൻ്റെ ഉമ്മയിൽ നിന്ന് അകറ്റപ്പെട്ടൊരു മകൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഭാര്യയില്ലാത്തൊരു ഭർത്താവിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ബുദ്ധിമുട്ടാണ്. അപ്പം അവർക്ക് കൂട്ടായി ചേർന്നുകൊണ്ടുള്ളൊരു ജീവിതമാണ്, ആ ഒരു കൺസെപ്റ്റാണുള്ളത്. അവിടെയാണ് കൃത്യമായി തന്നെ മതം ഇടപെട്ടുകൊണ്ട് കൺസെൻറ്റ് എന്ന് പറയുന്നത്, കൺസെൻറ്റ് മാത്രം പോരാ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പെണ്ണിനെ സമയത്തോളം ഇപ്പോൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുന്നതോടുകൂടി അവൾക്ക് വേണ്ട ഭക്ഷണം, അവൾക്ക് വേണ്ട വസ്ത്രം, അവൾക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ അവൾ ജീവിച്ചു വന്ന സാഹചര്യത്തിനനുസരിച്ചുള്ള അവൾ ഒരു പിന്നെ ജോലി ചെയ്യാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ അത്തരത്തിൽ തന്നെ ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് അവളൊരു സുരക്ഷിതമായൊരു ലോകത്തേക്ക് ഇസ്ലാം നയിക്കുകയാണ്. പുരുഷൻ്റേതായ പ്രത്യേകതകളുണ്ട്, അതിനനുസരിച്ച് അവനോട് അധ്വാനിക്കാൻ, അവന് ഈ ഉപജീവനം നേടാനൊക്കെ പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? അവൾ സുരക്ഷിതമാവുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കുന്ന സ്ത്രീകൾ സന്തോഷവതികളാകുന്നത്. പലപ്പോഴും ഇവർ ഈ പറയപ്പെട്ട മതത്തിൽ നിന്ന് മുക്തമായിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നെ ചിറകുകളൊക്കെ വെച്ചുകൊണ്ട് പറക്കണമെന്ന് വിചാരിച്ച ആളുകളെ ചിറകുകൾ അരിഞ്ഞുകൊണ്ട് ഈ നാസ്തികർ അരിഞ്ഞു കളയുകയും അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. ഏകാന്തമായൊരു ജീവിതം നയിച്ചുകൊണ്ട് തൻ്റെ ശിഷ്ടകാലം മുഴുവൻ പിന്നെ പയ്യാരം പറഞ്ഞുകൊണ്ട് ഇതേപോലെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ട പോലെ പയ്യാരം പറഞ്ഞ് ജീവിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നടന്ന ചർച്ചകളിൽ ഈ കേസ് ആക്കാത്തതാണ് പ്രധാന ചർച്ച. ഒരു പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാത്തത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതാണ് പ്രധാന ചർച്ച. ഈ പറഞ്ഞ പീഡനങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപണങ്ങളോ ഒന്നും പോലീസിലെത്തിയിട്ടില്ല. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു കെണി യഥാർത്ഥത്തിൽ കിടക്കുന്നത്. ഇപ്പം ഒരു കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ കേസ് വരും. ഇപ്പം ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇറക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ കുറേ ആൾക്കാർ കാത്തുക്കുന്നുണ്ട്, അതായത് മദ്രസയിൽ പീഡനം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വാർത്തയായിട്ടുണ്ടാവും. അവന് ആ ചെയ്ത ആൾക്ക് അവിടുന്ന് മഹലിൽ നിന്ന് അടിയും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അടി കിട്ടുന്നത് നമ്മൾ ആ നിലക്ക് പിന്നെ ഒരു ഇതായിട്ട് പറയല്ല, പക്ഷെ അവിടെ നിന്ന് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ആ വഴിക്കേക്ക് അയാളെ പിന്നെ അടുപ്പിക്കുകയും ചെയ്യില്ല. മാത്രമല്ല കൃത്യമായി മതത്തിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തുകൊണ്ട് പാടില്ല എന്നുള്ളതിന്
നിയമപരമായും അതേപോലെ മതപരമായ റീസൺസ് ഉണ്ട്. പക്ഷെ ഇവരെ അല്ല, സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ നമ്മൾ നോക്കുക. ഇപ്പോൾ ഇവിടെ ഈ ഫേസ്ബുക്കിലുള്ള ഈ സ്ത്രീകൾ പറഞ്ഞു കൺസെൻറ്റുമായി ബന്ധപ്പെട്ട് നിസാർക്ക് അതാണ് കൃത്യമായി സൂചിപ്പിച്ചത്. എന്താണ് ഇത്, ഒരു മുസ്ലിങ്ങളുടെ ഇടയിലാണ് ഈ ഒരു ഫേസ്ബുക്ക് വന്നിട്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതെ 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 ആ ചോദിച്ച ആളെ കിട്ടിയിട്ടുണ്ടാവും, അയാളെ നിയമപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിന് പരമോന്നതമായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കും. ഇനി ഇപ്പോൾ നിസാർക്ക പറഞ്ഞ പോലെ തന്നെ ഇനി മറ്റൊരാളുടെ മേല് ഒരു കൺസെന്റ് ചോദിച്ചു ഇവൻ പോവില്ല. ആ രീതിയിലായിരിക്കും. ഇതിൽ ഒരു വലിയൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളിൽ വലിയൊരു സ്വപ്നം കണ്ടിട്ടാണ് ഇതിലേക്ക് വരുന്നത്. വലിയൊരു സ്വപ്നം കാണുന്നുണ്ട്, ഇതിനെ എതിർക്കുക, പറയുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇവർക്ക് ഇങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പരം നിൽക്കുന്ന ആളുകൾ അവരോട് പറയും. നമ്മൾ വീട്ടിൽ വന്ന് പറയുന്ന പോലെ അവരുടെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ ബാക്കി ആ സ്ഥാനത്തേക്ക് നിൽക്കുന്ന ആളുകളാണ്. അവരിവരെ ചോദ്യം ചെയ്യുക, കളിയാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇവർ തർക്കിക്കുക. ഈ ഓരോ ഫേസ്ബുക്ക് ഇവർ ഇട്ടതിൻ്റെ എതിർവശത്ത് നിന്ന് സംസാരിക്കുക. എത്ര ക്രൂരമായ നടപടിയാണ് ഇവർ വിധേയമാണത്, എത്ര ക്രൂരമായ നടപടികളാണ്. ഇതിനു മുമ്പ് ഒരു പരിപാടിക്ക് കൂടിയിട്ട് ആ പെൺകുട്ടിക്ക് നിലവിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബാത്റൂമിൽ വരെ പോകാൻ കഴിയുന്നില്ല. അവിടെ നിരന്തരം ശല്യം ചെയ്യുക. അങ്ങനെ ആ കുട്ടീനെ വേറൊരാൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, വിടാണ്. ഈ ഒരു വിഷയത്തെ ഈ കുട്ടി തുറന്നു പറഞ്ഞപ്പം ഈ കുട്ടിക്കെതിരെ മറ്റു ആളുകൾ ഇപ്പം ബാസിൽ പറഞ്ഞിട്ടുള്ള സംഭവം അതിനും മറ്റു ഭാഗത്തു നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യാന്ന് രണ്ട് ചേരിയായിട്ട് നിന്ന് ഇതാക്കുക. ആലോചിച്ച് നോക്ക്, അവരുടെ ആ കുട്ടികളുടെ, ആ പെൺകുട്ടികളുടെ മാനസികാവസ്ഥ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ എത്ര മോശമാണ്, എത്ര പ്രശ്നത്തിലാണ്, എത്ര വേദനയിലാണ്. ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ പ്രസ്ഥാനത്തിൽ നമ്മൾക്കൊപ്പം വന്ന കുട്ടികൾക്ക് നടക്കുന്നുണ്ട്. ഇതിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാരമായിട്ട് പോയിട്ടുണ്ടോ? അവർ സൈലന്റ് ആണ്. അവർ ഈ വിഷയത്തെ അറിയുന്നുണ്ട്, സൈലന്റ് ആണ്, അല്ലെങ്കിൽ ഒരു പക്ഷം പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ കാരണം ഇനി അവരുടെ ഭാര്യമാരോ കുട്ടികളോ ഇങ്ങനത്തെ മീറ്റിങ്ങിലോ അവർ പറഞ്ഞേക്കൊന്നുമില്ല. അത് പണ്ട് ഇടമറുകിന്റെ മകളുണ്ടല്ലോ, ഇടമറുകിന്റെ മകൾ ഒരു ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് ചോദിച്ച സമയത്ത് ഇടമറുക് അതിനെ അയച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ളൊരു കേസ് ഉണ്ട്. ശരി. അപ്പൊ ഏതായാലും ഇതില് വേറൊരു കാര്യം എന്താ വെച്ചാല്, ഇതില് ഒരു താത്വികമായിട്ട് കൂടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഒരു വിശ്വാസി ഒരു പീഡനം നടത്തുകയാണെന്ന് ഒബ്വിയസ്ലി ഇപ്പോൾ ഒരു സമൂഹത്തിന്റെ പരിച്ഛേദം എന്നുള്ളവർക്ക് വിശ്വാസികളുടെ ഇടയിലും അല്ലെങ്കിൽ മതത്തിന്റെ ആളുകളുടെ ഇടയിലും എന്തുണ്ടാവും, പലതരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാവും, പെർവേർട്ടുകൾ ഉണ്ടാവും, അവരൊക്കെ ചെയ്യും. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ നടത്തുന്നത് തെറ്റാണ് എന്ന് പറയാനും അവനെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനൊക്കെ ഭയങ്കരമായ ഒരു ആവേശം കൂടി അവന്റെ ധാർമ്മികത അവന് നൽകുന്നുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അവിടെ താത്വികമായ ഒരു ചർച്ചയാണ് നടക്കുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് എന്താ, രണ്ട് ആളുകൾക്ക് പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ അതാവാമെന്നല്ലേ നമ്മൾ ഇത്രയും കാലം പറഞ്ഞത്. പിന്നെ ഇപ്പോഴും എന്തിനാ ഇതൊരു പ്രശ്നമാക്കുന്നത്? അതാണ് ഒരു ഭാഗത്തിന്റെ ചോദ്യം. ഈവൻ ലിറ്റ്മസിൽ നമ്മളെ ഭയങ്കര പ്രസിദ്ധമായ ഒരു പ്രഭാഷണമുണ്ട്, ഇൻസെസ്റ്റ് പ്രഭാഷണം. എന്താ വെച്ചാല് ഇൻസെസ്റ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല, നമുക്കത് തെറ്റാണെന്ന് പറയണം എന്നൊക്കെ തോന്നുന്ന കുറെ നാസ്തികരുണ്ട്. പക്ഷെ അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല. വീഡിയോ പിൻവലിച്ചു, പക്ഷെ അദ്ദേഹം പിന്നെ അത് ന്യായീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഏതായാലും ആ ഇൻസെസ്റ്റ് പ്രഭാഷണത്തിൽ അത് മാത്രമല്ല പറഞ്ഞത്, അതിന്റെ കൂടെ തന്നെ കളി തരുമോ കരള എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ പറയുന്നത് വെച്ചാൽ ഈ പുരോഗമനക്കാരായ ആളുകൾ ആരെങ്കിലും ഇങ്ങനെയുള്ള സമീപിച്ചാൽ അവർ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിടും, അങ്ങനെ ശരിയാവുകയെന്ന് ചോദിച്ചിട്ടാണ് അതിന്റെ ബാക്കി പ്രഭാഷണം എന്ന് പറയുന്നത്. അപ്പൊ അതിലൊക്കെ ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞത് പരസ്പര സമ്മതമല്ലേ, പരസ്പര സമ്മതം ചോദിക്കുന്നതിന് ഇപ്പം തെറ്റുതൽ ഇവർ പ്രശ്നമാക്കാൻ. ഇപ്പൊ അവസാനം വന്ന കേസ് അദ്ദേഹം എന്താ ചോദിച്ചത്, ഒരു റൂം എടുത്തു, നീ വരുന്നോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. വരുന്നോ ചോദിക്കുന്ന ഒരു സമ്മതം ചോദ്യമാണ്, എന്ന് വെച്ചാൽ കൺസെന്റ് ചോദ്യമാണ്. അപ്പൊ ആ കൺസെന്റ് ചോദ്യത്തിന് എന്താണ് പ്രശ്നം ഉണ്ടാക്കാൻ എന്നാണ് ഒരു ഭാഗം ചോദിക്കുന്നത്. അപ്പൊ മറുഭാഗത്തിന്റെ വളരെ അതിനേക്കാൾ താത്വികമായിട്ടുള്ള ഒരു ഇതെന്താ വെച്ചാൽ കൺസെന്റ് ചോദിക്കാൻ കൺസെന്റ് വേണം എന്നുള്ള നിലക്കാണ്. അതായത് നിനക്ക് സമ്മതമാണോ എന്ന് നേരെ പോയി ചോദിക്കാൻ പാടില്ല, സമ്മതമാണോ എന്ന് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വേണം. ശരിക്കും മാനിപ്പുലേഷൻ അല്ല, സമ്മതമാണോ എന്ന്, അതായത് ഞാൻ നിന്നോട് സമ്മതമാണോ ചോദിക്കട്ടെ എന്ന് ചോദിക്കുക, എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അപ്പൊ ഏതായാലും അങ്ങനെ നേരെ പോയി ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കൺസെന്റ്. അത് പിന്നെ വേറെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകണം. എന്ന് വെച്ചാൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ടോ ചോദിക്കാൻ പാടില്ല, കുറെ കാലം ഇങ്ങനെ വളച്ചിട്ടൊക്കെ ചോദിക്കണം എന്നായിരിക്കാം. അപ്പൊ ഏതായാലും ഇതാണ് അവരുടെ ഇടയിലുള്ള ചർച്ച. അല്ല, അങ്ങനെ വരുമ്പോഴുള്ള വിഷയം എന്താ അറിയോ, അതിനൊരു
മാർഗരേഖ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തിച്ചേരുന്നത് വിവാഹത്തിലേക്കാണ്. അതെ അതെ അവരൊരു ചാർട്ട് ഇറക്കിയിരുന്നു, കൺസെന്റ് ചോദിക്കേണ്ടത് എങ്ങനെ എന്നിട്ടൊരു ചാർട്ട് ഇറക്കിയിരുന്നു. അപ്പോൾ ഇന്ന രൂപത്തിൽ ഇന്ന ആണെങ്കിൽ ഇങ്ങനെ കൺസെന്റ് ചോദിക്കാം, ഇന്ന രൂപത്തിലാണെങ്കിൽ കൺസെന്റ് അത് വാലിഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ ഒരു പിന്നെ നമ്മള് പിന്നെ ഷർത്തും ഫർളും എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഒരു ഇതിൽ ഒരു രസം തന്നെ ഷുക്കൂർ നേരത്തെ പറഞ്ഞ ഒരു വിവാഹം ഭയങ്കരമാണ്. അവിടെ സ്ത്രീക്ക് നിലവിൽ എന്ത് ചെയ്യുന്നില്ല, സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വിവാഹത്തെ അതിശക്തമായി എതിർക്കുകയും ലിമിറ്റ് ടുഗദർ എന്ന പോലുള്ള സ്ത്രീയെ അടിച്ചമർത്തപ്പെടുന്ന എല്ലാ അവകാശത്തെയും ഹാനികരിക്കപ്പെടുന്ന ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇതിൽ പോയിട്ടാണ് ഈ പെൺകുട്ടികൾ പോയി ചാടുന്നത്. ഇതിൻ്റെ ഒരു ഭീകരത അതായത് ഇങ്ങനെയുള്ള ഇടപെടൽ നടത്തപ്പെടുമ്പോൾ ഏകപക്ഷീയമായിട്ട് പ്രകൃതിപരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പാപഭാരം ഏൽക്കപ്പെടുന്നത് സ്ത്രീ മാത്രമാണ്. അല്ല ഇതില് എന്താ വെച്ചാല് പലപ്പോഴും ഇപ്പൊ ലിവിങ് ടുഗദറിന്റെ കാര്യം പറഞ്ഞല്ലോ, പല ആളുകളും ഇതിനെ ഭയങ്കര തൊലിപ്പുറത്ത് മാത്രമാണ് മനസ്സിലാക്കിയുള്ളത്. ഇപ്പൊ ഈ ഒരുപക്ഷെ ഈ സംസാരത്തിന് ചിലപ്പോൾ എന്ത് ചെയ്യും, കമന്റ് വരും, ലിവിങ് ടുഗദർ എങ്ങനെയാണ് അടിച്ചമർത്തലാകുന്നത്. കാരണം എന്താ വെച്ചാൽ അവര് ചിന്തിക്കുന്ന എന്താ, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പെണ്ണും ഇഷ്ടപ്പെടുന്നു, അവർ ഒരുമിച്ച് താമസിക്കും, ഇത്രയല്ലേ ഉള്ളൂ, അതിലെങ്ങനെയാണ് അടിച്ചമർത്തലാകുന്നത്? വിവാഹം എന്ന് പറഞ്ഞാൽ അവിടെ ഗാർഹിക പീഡനമില്ലെന്നാണ്. ശരിക്കും നമുക്ക് കണക്കുകൾ പരിശോധിച്ചാലാണ് അത് പരിശോധിക്കാൻ പലരും തയ്യാറാവുന്നില്ല. അതാണ് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. കണക്കുകൾ പരിശോധിച്ചാലാണ് നമുക്ക് മനസ്സിലാകുന്നത് ഫിസിക്കൽ അബ്യൂസ് വളരെ കൂടുതലാണ് ഈ ലിവിങ് ടുഗദറിൽ. അതുപോലെ തന്നെ ഹാപ്പിനെസ് മാരേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് ലിവിങ് ടുഗദറിൽ. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥ വളരെ കുറവാണ് ലിവിങ് ടുഗദറിൽ, വളരെ പിന്നോട്ടാണ് ലിവിങ് ടുഗദറിൽ. അവരുടെ സ്കൂൾ പെർഫോമൻസ് പോലും അതിനെക്കുറിച്ച് പോലും പഠനങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും ആളുകൾ ചിന്തിക്കൂല. ആളുകൾ ചിന്തിക്കാം, രണ്ടാളുകൾ അവർ ഇഷ്ടപ്പെട്ടിട്ടല്ലേ, അവിടെ വിവാഹത്തിൻ്റെതായ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. വിവാഹം ഇല്ലാതാകുമ്പോഴാണ് പ്രശ്നം എന്നുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൺസെന്റ് ചോദിക്കുമ്പോഴും അപ്പോൾ അവസാനം ഈ ലിവിങ് ടുഗദറിന്റെ അടക്കം അവസാനം കോടതി പറഞ്ഞല്ലോ ഒരു കരാറ് വേണം. കരാറോടുകൂടി ലിവിങ് ടുഗദർ അല്ല, നിര്യാണി വരെയുള്ള ട്രൗസർ പോലെയാണ്, പാൻ്റല്ല. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാല് ഇപ്പം എല്ലാം അവസാനം എത്തിപ്പെടുന്ന ആലോചിച്ച് നോക്കണം. ലിവിങ് ടുഗദർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കരാറൊക്കെ ഇനി ഇങ്ങനെയും കൂടെ ആക്കേണ്ടി വരും. കരാറ് രണ്ട് കുടുംബങ്ങളും കൂടി തമ്മിൽ വേണം ഒപ്പിടാനും കൂടി ആക്കിയാൽ അത് നിക്കാഹായി കഴിയും. അതേപോലെ തന്നെയാണ് കൺസെന്റിന്റെ കൺസെന്റിന്റെ ഷർത്തും ഫർലൊക്കെ നോക്കിയാൽ ഇത്രയും ഷർത്തും ഫർലും പാലിച്ചിട്ട് എനിക്ക് കൺസെന്റ് ചോദിക്കേണ്ട തോന്നിപ്പോ അമ്മാതെ ഷർത്തും ഫർലുമാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇതന്നെയാണ് നമ്മളും പറഞ്ഞത്. ഒരു സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞാൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീ പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലുമാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായിരിക്കണം, അത് ശക്തമായ കരാറായിരിക്കണം. അതാണ് മീസാക്കൻ അലൂല, അതിശക്തമായ കരാർ എന്നതാണ് നിക്കാഹിനെ പിന്നെ ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും ശക്തമായ കരാറോടുകൂടിയായിരിക്കണം. അതുപോലെ തന്നെ രണ്ട് കുടുംബങ്ങളുടെ ഒരു സുരക്ഷിതത്വം വേണം, സാമൂഹിക സുരക്ഷിതത്വം വേണം. ഇതെല്ലാമോടുകൂടി സ്ത്രീകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അതായത് നമ്മൾ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്, കൂടുതൽ പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ്. എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ അതേ വാക്കിനെ ഉപയോഗിക്കുന്ന പാരന്റൽ ഇൻവെസ്റ്റ്മെന്റ്. സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് സ്ത്രീയെ സമയത്തുള്ള ഒരുപാട് എഫേർട്ടാണ്, പുരുഷന് എഫേർട്ടില്ല. അപ്പോൾ ഇവിടെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ ഈ കുട്ടിയെ പിന്നെ ഗർഭം ധരിക്കുന്നു, 10 മാസത്തോളം ഗർഭം ധരിക്കുകയാണ്. അതാണ് ഖുർആനിൽ കൃത്യമായി തന്നെ അത് എടുത്ത് പറയുന്നുണ്ട്, ക്ഷീണത്തിന്മേൽ ക്ഷീണം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ കഷ്ടം അനുഭവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നീട് 2 വർഷത്തോളം മുലയൂട്ടുകയാണ്. അങ്ങനെ അതേപോലെ തന്നെ ഇവരെ വളർത്തിയെടുക്കണം. നമ്മളറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവജാലങ്ങളൊക്കെ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ അവർ എണീറ്റ് നടക്കാൻ തുടങ്ങും. ഇവിടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ പറഞ്ഞ പോലെ ഏറ്റവും വീക്കസ്റ്റ് ആണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അവിടെ പോലെ ഈ കുട്ടിക്ക് സ്വയം ഒന്ന് ചലിക്കാൻ പോലും കഴിയില്ല. ഈ കുട്ടി വിചാരിക്കുന്നത് തന്നെ ഈ മാതാവിന്റെ ഒരു പാർട്ടാണ് എന്നാണ് സ്വയം മനസ്സിലാക്കുന്നത് എന്നൊക്കെയാണ് ചില സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതും മറ്റൊക്കെ ബാധ്യത ആരുടെ മേലാണ്, സ്ത്രീയുടെ മേലാണ്. ഇതിനെ മുഴുവൻ കണ്ടുകൊണ്ടാണ് ഇസ്ലാം കൃത്യമായി തന്നെ ഇവർക്കിടയിലുള്ള ബാധ്യതകൾ നിർവഹിച്ചിട്ടുള്ളത്. കാരണം പുരുഷന്റെ മേലേക്ക് ഈ പറയപ്പെട്ട എല്ലാവിധ ഭക്ഷണവും കണ്ടെത്തുന്നതും വസ്ത്രക്കും എല്ലാം തന്നെ ബാധ്യതകൾ ഏൽപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവർക്ക്
ഈ ഒരു ഇംബാലൻസിനെ കൃത്യമായി തന്നെ ബാലൻസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ പറയപ്പെട്ട ഇംബാലൻസുകളൊന്നും ലിവിങ് ടുഗദറിൽ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ സ്ത്രീ വീണ്ടും ചൂഷണം ചെയ്യപ്പെടുന്നു. സ്ത്രീ അവളിപ്പോൾ പലപ്പോഴും നമ്മൾ മറ്റേ ഭാഗം പറയാറില്ല. എപ്പോഴും പറയാൻ എന്താ പറയുക, അടുക്കളയിൽ പുരുഷന്മാർ സഹായിക്കണം, എന്നാൽ പുരുഷന്മാർ ചെയ്യണ ജോലി, കല്ലേറ്റാൻ പോകുന്ന ജോലി പെണ്ണ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈക്വാളിറ്റി ആൾക്കാർ പറയാറില്ല. പക്ഷെ അത് അടുത്തത് പറയും. ഇതെന്ത് വേണം, ഈ ലിവിങ് ടുഗദർ വന്ന് ഇതില് ഷുക്കൂർ ഈ പറഞ്ഞ കാര്യത്തിലുണ്ടല്ലോ, ഇതിൽ വലിയൊരു ചരിത്രമുണ്ട്. എന്നിരുന്നാലും ഇതിനൊരു നമ്മൾ ശരിക്കും പറയുമ്പോൾ ഇവർ സ്ത്രീ പുരുഷ നിർവചനമാണ് പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുന്നത്. ഇവർ സ്ത്രീ പുരുഷ നിർവചനം രണ്ട് തുല്യ പ്രാതിനിധ്യമുള്ള വ്യക്തികളാക്കി മാറ്റിക്കഴിഞ്ഞു. അതിൽ തുല്യമായിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്രകൃതി വിരുദ്ധ. സ്ത്രീയും പുരുഷനെയും തുല്യമായിട്ടുള്ള അവസ്ഥയിൽ പരിഗണിക്കുന്നത് പ്രകൃതി വിരുദ്ധ അല്ല. രണ്ട് അവസ്ഥയിൽ നമ്മൾ ഇതിനെ പരിഗണിക്കേണ്ടത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അതാണ് നേരത്തെ ഷുക്കൂർ ഉപയോഗിച്ച ഖുറാൻ്റെ വാചകം തന്നെ അതിലെന്ത് ചെയ്യുന്നത് സെറ്റ്. കാരണം ഒന്നിനെ ചില ഭാഗങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അങ്ങോട്ട് സഹായിക്കേണ്ടത്, മറ്റത് ഇങ്ങോട്ട് സഹായിക്കും. ഇതാണ് ശരിയുള്ളൂ, മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ശരിയുള്ളൂ. ഇതിനോട് തുല്യതപ്പെടുത്തുമ്പോൾ സ്ത്രീയെ ഇവർ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുല്യതപ്പെടുത്തുന്നത്. ലോകത്ത് എവിടെയെങ്കിലും സ്ത്രീയും പുരുഷനും തുല്യത എന്നൊക്കെ പറയുന്ന ശമ്പളത്തിൻ്റെ സ്കെയിലിനെ തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലേ? പണിയുടെ കാര്യത്തിൽ, ജോലിയുടെ എല്ലാ കാര്യത്തിലും ഇവർ എത്ര വലിയ പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഈ സ്ത്രീകളെ ഏറ്റവും വലിയ ചൂഷണത്തിലേക്ക് ചാടിക്കാനുള്ള ഒരു ചരിത്രം കൂടിയുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് യൂറോപ്പ് സ്ത്രീകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഈ അവകാശങ്ങൾ അതിന് കാരണമായത് ആ യുദ്ധത്തിൽ ഒരുപാട് പുരുഷന്മാർ കൊല്ലപ്പെടാണ്. ഇത് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പം ഇവിടെ ഈ സ്ത്രീകൾ വിധവകളായി. ഈ ഒരു വിഷയത്തെ ഇവരെന്ത് ചെയ്തു, ഒരു പ്രക്ഷോഭമായി. കാരണം അവിടെ മറ്റേ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്, അവർക്ക് രണ്ടാമത്തെ വിവാഹമില്ല. അപ്പോൾ ഇത് വലിയൊരു പ്രക്ഷോഭമായി. ഇതായപ്പോൾ യൂറോപ്പിൻ്റെ ചർച്ചകൾക്കിടയിൽ അത് യൂറോപ്പ് ഉണരുത്. കാരണം നവോത്ഥാനം നടന്നിട്ടുള്ള ശേഷമാണ് ഈ സംഭവിക്കുന്നത്. നവോത്ഥാനമൊക്കെ ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതൊക്കെ വലിയ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്കിടയിൽ സ്ത്രീകൾ ഏറ്റവും രണ്ടാക്കിടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ഒരു വിപ്ലവത്തിന് യൂറോപ്പ് ചിന്തിക്കപ്പെടുകയും എന്നാൽ അതിനുശേഷം ആ സ്ത്രീകൾ അതുപോലെ തന്നെ വേശ്യാവൃത്തിയും അതുപോലുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ റിപ്പോർട്ടിൽ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ജനറേഷനിൽ ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ടായിട്ട് ആ കുട്ടികളിലൊക്കെ. ഇന്ന് ഇതേ പ്രശ്നം തന്നെ അൾജീരിയയിൽ സംഭവിക്കുന്നുണ്ട്. അൾജീരിയയിൽ ഇസ്ലാമിക് സൽഫറേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുമായിട്ട് ഗവൺമെൻറ്റുമായിട്ട് പ്രശ്നത്തിൽ അവരുടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഈ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ബാക്കിയുള്ള ആളുകൾ അവരുടെ മറ്റുള്ള സഹോദരന്മാരുടെ ഭാര്യമാരെ ഏറ്റെടുത്തു. അതായത് ഭാര്യത്തുമായിട്ട് ബന്ധപ്പെട്ട് വിമർശിക്കപ്പെടുന്ന സാധനം. അവിടെ എന്തായത്, ഈ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇവർക്കോ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല, സുരക്ഷിതത്വം നിലവിൽ കിട്ടുക. അപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ത്രീകളെ വിഷയത്തിൽ യൂറോപ്പ് ചിന്തിച്ചു തുടങ്ങിയതിനെ അതിന് ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് ഇന്നത്തെ ഈ ചിന്താരീതി ഉണ്ടായത്. ഇവരെ തുല്യതയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ട് കഷ്ണാക്കിയിട്ട് എടുക്കുകയും പുരുഷൻ്റെ മസിൽ പവർ ചെയ്യേണ്ടത് പടി ഇവർ ചെയ്യണം എന്നുള്ള രീതിയിൽ പുരുഷന് ചെയ്യേണ്ട എല്ലാ അധ്വാനം ചെയ്യണം, പ്രകൃതിപരമായിട്ട് ഗർഭധാരണം നടത്തണം, കുട്ടികളെ പോറ്റണം, അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന അതിക്രൂരമായ നടപടിയാണ്. ഇതാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ചാടുന്നത്. അതായത് വളരെ ഒരു അട്രാക്റ്റീവാണ് സംഭവം. കാരണം എന്താ വെച്ചാല് നോക്കുമ്പോൾ തുല്യതാണ്, പക്ഷെ അവിടെ സംഭവിക്കുന്ന ഈ പറഞ്ഞ ഇംബാലൻസ് അത് ശരിക്കും ആളുകൾ മനസ്സിലാക്കേണ്ടത്. കാരണം പ്രകൃതിപരമായ ഓൾറെഡി പെണ്ണിന് കുറച്ച് അമിത ബാധ്യതയുണ്ട്. അതായത് ഗർഭധാരണം, മുലയൂട്ടൽ, ഇത് സിമ്പിളായ ഒരു കാര്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഓൾറെഡി അമിത ബാധ്യതയിൽ നിൽക്കുന്ന ആ സ്ത്രീയിൽ ഇവർ തുല്യത എന്ന് പറഞ്ഞിട്ട് 50-50 കൂടി വെച്ചാൽ അവിടെ സംഭവിക്കുന്നത് സ്ത്രീയുടെ മേൽ ഓൾറെഡി ഉള്ള പിന്നെ ആ കാര്യങ്ങളുടെ മേൽ കുറച്ചും കൂടി അമിത ബാധ്യത വരികയാണ്. പുരുഷനാകട്ടെ ഈ പറഞ്ഞ പ്രകൃതിപരമായ ബാധ്യതകൾ ഇല്ലാതെ 50 ആയി കിട്ടുകയും ചെയ്തു. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ തുല്യത ഒരു അനീതിയാകുന്ന അവസ്ഥ പോലും ഉണ്ടാകും. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് പലപ്പോഴും സ്ത്രീകൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഈ പറഞ്ഞ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ലോഗനുകളുടെ പിന്നാലെ പോയിട്ടും അതേപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ടാണ് ഇതിലൊക്കെ പെടുന്നത്. പക്ഷെ അവസാനം അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അത് ഈ പറഞ്ഞതുപോലെ വെറും ലൈംഗിക പീഡനങ്ങൾ തന്നെ ആയിക്കൊള്ളുന്നില്ല, അല്ലാതെ സാമൂഹികപരമായ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിലേക്കടക്കം എന്ത് ചെയ്യുന്നുണ്ട്, തള്ളിവിടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ക്ലിയർ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് ലോകത്ത് മദർഹുഡ് പെനാൽറ്റി എന്നൊരു വാക്ക് വന്നത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമാണ്. മദർഹുഡ് പെനാൽറ്റി എന്ന് പറയുന്നത് നമ്മളെ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം മദർഹുഡ് എന്ന് പറയുന്നത്, മാതൃത്വം എന്ന് പറയുന്നത് ഏറ്റവും വാല്യൂ കൊടുക്കുന്ന ഒന്നാണ്. എന്നാൽ അതേ സ്ഥാനത്ത് കോർപ്പറേറ്റ് ലോകത്ത് മദർഹുഡ് എന്ന് പറയുന്ന ഒരു പെനാൽറ്റി
പെനാൽറ്റിയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരിൽ ഈ മാതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ബാധ്യതകളും അവർക്ക് വരുന്നു. അതിൻ്റെ പുറമെ അവർക്ക് എന്ത് ചെയ്യാണ്? അവർക്ക് ഈ ജോലി ചെയ്യേണ്ടി വരുന്നു, വീടും നോക്കേണ്ട സ്ഥിതി വരുന്നു. ഇതാണ് പെനാൽറ്റി. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദർഹുഡ് പെനാൽറ്റി ആകാതിരിക്കണമെങ്കിൽ മദർഹുഡിന് വാല്യൂ വരണം. എന്നിട്ട് ഈ പുരുഷന് കൂടുതൽ ബാധ്യത നൽകണം. ഇവിടെ പുരുഷനാണ് രക്ഷപ്പെടുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാകാത്തത്? ഈ ഈക്വാളിറ്റി പറയുമ്പോൾ രക്ഷപ്പെടുന്നതും ഇവിടെ എന്താണ്, കാലാകാലങ്ങളിലായി ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് 18 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര വയസ്സ് കഴിഞ്ഞാൽ ഇവളെ വിവാഹം ചെയ്ത് അയക്കണില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ടതാ ഫേസ്ബുക്കിൽ, എന്താണ് പിന്നെ അവർക്ക് കല്യാണം നോക്കണില്ലേ, കെട്ടിച്ചു വിടണ്ടേ ചോദിച്ചപ്പോൾ, അല്ല അവൾ പഠിക്കുകയാണ്, അവനെ കെട്ടിയിട്ടും പഠിക്കാമല്ലോ, അവൻ ഞാൻ കെട്ടിയിടാതെ പഠിപ്പിച്ചോളാം. ഇത് വലിയ കാര്യമായിട്ടാണ് പറയണത്. ആക്ച്വലി ഇങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു. എന്നിട്ട് ഈ പ്രായമായി കഴിഞ്ഞാൽ വിവാഹം ചെയ്യാൻ പറയുന്നു, സമൂഹം എല്ലാവരും ഇങ്ങനെ പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതേപോലെ ആണുങ്ങളും ല്ലോ, പുരുഷന്മാരിവിടെ ജോലി ചെയ്യാതെ ഇറങ്ങിയിട്ടില്ല, ജോലിക്ക് പോകണില്ലേ എന്ന് ചോദിക്കൂലേ? അതേപോലെ തന്നെ പുരുഷന്മാരോട് പറയൂലേ? ഇങ്ങനെയുള്ള ഒരു 22 വയസ്സുള്ള ഒരാളെ സമയത്തോളം അയാളോട് എന്താ പറയുക, എന്തെങ്കിലും ജോലി നോക്കണുണ്ടോ, എവിടെ ജോലി ചെയ്യണേ എന്ന് ചോദിക്കും. അപ്പം ഇതിനെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ഈ സ്ത്രീക്കും കുട്ടികൾക്കും വേണ്ടി പുരുഷൻ എന്ത് ചെയ്യണം? അധ്വാനിക്കുകയാണ്. ആ അധ്വാനിക്കുന്ന ആ സമയം ആ കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നു? അത് എടുത്തത് കുറച്ചു കൊടുത്ത് ആ ബാധ്യത കൂടി പെണ്ണിനിട്ട് കൊടുത്തിട്ട് യാതൊരു നാണവും മാനവുമില്ലാത്ത ഈ ലോകത്തിൽ ഏറ്റവും മൂല്യം കൽപ്പിക്കേണ്ട മാതൃത്വത്തെ പോലും പെനാൽറ്റി എന്ന് പറയുന്ന ഒരു നാണം കെട്ട വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ്. അപ്പോൾ ആ ഒരു സുരക്ഷിതത്വത്തിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു സംരക്ഷണത്തിൽ നിന്നൊക്കെ മാറി ഒരു പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇവർ പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ഈ പീഡനങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ പറയുന്നത് വെറും ഈ ലൈംഗിക പീഡനങ്ങളെ കുറിച്ച് മാത്രമായിരിക്കരുത് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. ഇത്തരം ചില അട്രാക്റ്റീവ് സ്ലോഗൻസിന്റെ പിന്നാലെ പോയി ലൈംഗികമായി മാത്രമല്ല, അല്ലാതെ തന്നെ സാമൂഹ്യപരമായി കൂടി പുരുഷന്റെ ഒരു വെറും ഉപയോഗിക്കാനുള്ള വസ്തു മാത്രമാക്കി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെ നിന്നാണ് പോയത്, അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയിൽ നിന്നാണ് ഇവിടേക്ക് പോയത് എന്നുള്ളത് ഇപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള അവസ്ഥകളിലെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. വളരെ സുരക്ഷിതമായി, നമ്മുടെ ഈ സുരക്ഷിതത്വം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടാണ് ഇവർ പറയാ. കാരണം എന്താ വെച്ചാൽ അത് എന്താ പറയുക, ബെനവലൻ സെക്സിസമാണ്. കാരണം സ്ത്രീയെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ബെനവലൻ സെക്സിസം ആണെന്നൊക്കെയാണ് പറയാ. അങ്ങനെ ആ സുരക്ഷിതത്വത്തിനൊക്കെ ഭയങ്കര പുല്ലുവില കൊടുത്ത് അതിനെ ഒരു പരിഹാസമാക്കി അതിനെ ഒരു ട്രോളാക്കിയിട്ടൊക്കെ മാറ്റിയ ആളുകൾ ഇപ്പോൾ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പറയാനുള്ളത്. അവിടെയാണ് ആ സുരക്ഷയുടെയും സംരക്ഷണത്തിന്റെയും അതുപോലെ തന്നെ ആ ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തെയും ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയത് എന്നുള്ളത് ചിന്തിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുവാനും ഈ ഒരു സമയം, അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പൊതുവിൽ ഇങ്ങനെയുള്ള ആളുകളുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഏതെങ്കിലും ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ സംഭവിക്കും. ഇപ്പോൾ ഒരു മകൻ എന്തെങ്കിലും ഒരു സിഗരറ്റ് വലിച്ചു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവനെ ലഹരിൻ്റെ ആളാക്കിയിട്ട് ഒഴിവാക്കരുത് നമ്മൾ പറയും. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒഴിവാക്കിയാൽ ഇവൻ പോകുന്നത് ഒരു ലഹരി റാക്കറ്റിന്റെ അല്ലെങ്കിൽ ഒരു മാഫിയയുടെ ഉള്ളിലേക്കായിരിക്കും. അതേപോലെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയമോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചു പറയുമ്പോഴേക്ക് അവർ യുക്തിവാദിയാണ് അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ അവരെ സ്വീകരിക്കുവാനും അവരെ ഇത്തരത്തിലുള്ള ട്രാപ്പ് ആക്കുവാനുമുള്ള ഈ ഒരു കൂട്ടം പുറത്തുണ്ട് എന്നുള്ളത്, ഗൂഢസംഘം പുറത്തുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. അത് കൂടുതൽ അവരെ അപകടത്തെ, ഇപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ മക്കളാണ്. അപ്പോൾ ആ നിലക്ക് ഉള്ളൊരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പൊതുവിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്, ഈ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഈ പീഡനങ്ങളുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത് താത്വികമായി ഒരു ആശയപരമായി ഇതിനെ ന്യായീകരിക്കുന്ന കൺസെന്റ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് ചോദിക്കുന്നതിന് കുഴപ്പമില്ല, അത് ചോദിക്കുന്നതിന് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നുള്ള രൂപത്തിൽ ആശയപരമായി ഇതിനെ ന്യായീകരിക്കുന്നതാണ് കൂടുതൽ അപകടകരമായിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി അത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളെങ്കിലും ഒരു വീണ്ടും വിചാരത്തിന് വഴിവെക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.